അക്കാരനായ ഈ പ്രപഞ്ചം ഏതൊരു നേതാവിന് വേണ്ടി പടച്ചോ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മ വെച്ചിറങ്ങുന്ന മദീനയുണ്ടല്ലോ, ആ മദീന, ആ പുണ്യമായ മദീനയിൽ പ്രവാചകന്റെ കാലത്ത് പ്രവാചകനോടൊപ്പം ഇരിക്കുന്ന സഹാബികൾ, പ്രവാചകനോടൊപ്പം വിജ്ഞാനം പഠിക്കാൻ, പ്രവാചകനോടൊപ്പം ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പരിശുദ്ധമായ പള്ളിയുടെ ഓരത്തൊരു തിണ്ണയുണ്ടായിരുന്നു, ഒരു സുസ്സയുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വിശാലമായ പരാമർശങ്ങൾ കാണാം. അവിടെ ഇരിക്കുന്നവർക്ക് പറയുന്ന പേരാ അഹ്ലു സുഫത്തിന്റെ ആളുകൾ, അഹ്ലു സുഫത്തിന്റെ സഹാബാക്കൾ. എപ്പോ നോക്കിയാലും ആ തിണ്ണയിലുണ്ടാകും പ്രവാചകനോടൊപ്പം ഓരം ചേർന്നിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ അധരങ്ങളിൽ നിന്നും മടർന്നു വീഴുന്ന മുത്തുമണികളെ പെറുക്കിയെടുക്കുന്ന സഹാബത്ത്. ആ സഹാബത്ത് ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുന്നു. നടുമധ്യത്തിൽ അമ്പലത്തിങ്കളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശോഭയോടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കൂട്ടം സഹാബികൾ കടന്നു വരുന്നു. ഒരു കൂട്ടം സഹാബികൾ പ്രവാചകനും തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരാൾക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ലാത്ത ആ നിലക്ക് സമ്പൂർണമായി അടുത്തടുത്തിരുന്നുകൊണ്ട് പ്രവാചകനോടൊപ്പം വിജ്ഞാനം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സഹാബികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നോക്കുമ്പോ ഒരു കൂട്ടം സഹാബികൾ കടന്നു വരികയാണ്. ഒരു കൂട്ടം സഹാബികൾ കടന്നു വരും. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സലാത്ത് ഉറച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ അടുക്കലേക്ക് അവർ കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയാണ്. നബി തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് തന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹാബികളോട്, അള്ളാന്റെ ഹബീബിനോടൊപ്പം ഒപ്പം ചേർന്നിരുന്ന ഓരം ചേർന്നിരുന്ന സഹാബികളോട് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, ഓ സഹാബികളെ, ആ വരുന്ന ആളുകളുടെ എണ്ണം നോക്കിയിട്ട് അത്രയും എണ്ണം ആളുകള് ഈ കൂട്ടത്തിൽ നിന്നും തിണ്ണയിൽ നിന്നും എഴുന്നേറ്റ് കൊടുത്ത് ആ വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്യണേ. അള്ളാന്റെ ഹബീബ് പറയുകയാ, സഹാബികൾക്ക് ചെറിയൊരു നീരസം ഉണ്ടായി, സഹാബികൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായി. കാരണം അവരെന്നതും സഹാബികളാ, ഞങ്ങളും അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമുള്ള സഹാബികളാ, അവരും സഹാബികളാ, ഞങ്ങളും സഹാബികളാ, പിന്നെ എന്തിനാ ഞങ്ങൾ എഴുന്നേറ്റ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ മുഖഭാവം പോലെ കണ്ട പ്രവാചകൻ ആ സഹാബികളോട് പറയുന്നു, നിങ്ങളെ പോലെയുള്ള സഹാബികളല്ല, ആ വരുന്ന സഹാബികൾ ആരെന്നറിയുമോ? ആ വരുന്ന സഹാബികൾ ആരെന്നറിയുമോ? ബദറിൽ പങ്കെടുത്തവരാ വരുന്നവര്, നിങ്ങളെ പോലെയുള്ള സഹാബികളല്ല. ആ വരുന്നത് ബദരീങ്ങളാ, ആ വരുന്ന സഹാബികൾ ബദറിൽ പങ്കെടുത്തവരാ. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണമെന്നോ അവർക്ക് സീറ്റ് കൊടുക്കണമെന്നോ നിങ്ങൾ നിന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല മക്കളെ, അവരെ ഇരുത്തി ബഹുമാനിക്കണമല്ലോ എന്ന് ലോകത്തിന്റെ അമ്പലത്തിലും ആലോകരോട് വിശ്വാസികളോട് അകലമം കൽപ്പിച്ച ആമിനാന്റെ മുത്തിന്റെ വാക്കുകളെ ഏറ്റെടുക്കുന്നവരാരാ? അഖില സുന്നത്തുൽ ജമാഅത്തിന്റെ മക്കളല്ലാതെ ആരാ? ആ ബഹുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രതികൂല സാഹചര്യത്തിലും പാവപ്പെട്ട പ്രിയപ്പെട്ട ഈ മക്കൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എത്രയാ? തമ്പുരാനെ, ബദരീങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പഠിപ്പിച്ച ലോകനായകന്റെ ആ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേയല്ല, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേയല്ല. ബദരീങ്ങളെ കാവല് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ സലാമത്ത് നൽകണേ അല്ലാ. 17-ാം രാവിൽ അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരെക്കാളും ഹൈപ്പവറുള്ള ബദരീങ്ങളുടെ അനുസ്മരണം, അത് വലിയ അമല. ഒരു സത്യവിശ്വാസി അവൻ ബദർ ശുഹദാഇന്റെ പേരറിയാത്തവൻ ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വരും. ഓരോ വീടുകളിലും അസ്മാഉൽ ബദർ പാരായണം ചെയ്യണം. മുസ്ലിം നാമധാരിയായിട്ട് കാര്യമില്ല, ഐഡന്റിറ്റി കാർഡിൽ മുസ്ലിം പേരായിട്ട് കാര്യമില്ല, റേഷൻ കാർഡിൽ മുസ്ലിം പേരായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ പരിശുദ്ധമായ തേജോമയമായ വദനത്തിൽ കരിവാരി തേച്ചുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല. ഓരോ വീട്ടിലും ഈ പോരാളികളുടെ പേര് നാം പറയണം, അല്ലേ? അള്ളാന്റെ പേര് പറയണ്ടേ, ഹബീബായ നബിതങ്ങളുടെ പേര് പറയണ്ടേ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പേര് പരിചയപ്പെടണ്ടേ, മഹാന്മാരായ ബദരീങ്ങളെ പറയണ്ടേ. ആ വീട്ടിലല്ലേ ബറക്കത്തുണ്ടാവുക, ആ വീട്ടിലല്ലേ അള്ളാഹുവിന്റെ റഹ്മത്ത് കോരിച്ചൊരിഞ്ഞു തരിക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പടച്ചവൻ ബദരീങ്ങൾക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നൽകി. അള്ളാന്റെ ഹബീബ് ബദരീങ്ങളെ പ്രത്യേകമായി മാനിച്ചു, ബഹുമാനിച്ചു. പോരാ, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി,
അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഇഷ്ടതോടൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ ഒരു മാതാവ് തന്റെ ഒരു മകനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു മകനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു മകനോട് എന്തൊക്കെയോ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. തന്റെ മകനോട് ദേഷ്യപ്പെടുകയാണ്. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആ സഹോദരനെ വിളിച്ചുകൊണ്ട് പറയുകയാ, നിങ്ങൾ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? നിങ്ങൾക്ക് വേറെയും മക്കളുണ്ട്, പക്ഷേ ഈ മകനെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, ഈ മകനെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ, ഈ മകനെ നിങ്ങൾ പ്രയാസപ്പെടുത്തല്ലേ, ഈ മകനെ നിങ്ങൾ കുത്തിരോധിക്കല്ലേ, ഈ മകനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ. എന്താ കാരണമെന്നറിയുമോ? ആ മകൻ ബദറിൽ പങ്കെടുത്ത മകനാ, അത് ബദറിൽപ്പെട്ട ആളാ, അത് ഹബീബായ പ്രവാചകനോടൊത്ത് ബദറിന്റെ പോർക്കളത്തിൽ അടരാടിയ സഹാബിയാ. അതുകൊണ്ടാ മകനെ നിങ്ങൾ നോവിക്കല്ലേ, ആ മകനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, ആ മകനെ നിങ്ങൾ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കല്ലേ. അള്ളാനറിയാ ബദരീങ്ങളുടെ മഹത്വം. അള്ളാന്റെ ഹബീബ് ബദരീങ്ങളെ ബഹുമാനിച്ച ആളാ. അള്ളാന്റെ ഹബീബിനറിയാ ബദരീങ്ങളുടെ മഹത്വം. മഹദിയ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്കറിയാ ബദരീങ്ങളുടെ മഹത്വം. പിന്നെ ആർക്കാ അറിയാതെ പോയത്? ഖിയാമത്ത് നാളിന്റെ കാലഘട്ടത്തിൽ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കീടങ്ങളായ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്ന അങ്കുലി പരിമിതമായ ചിലർക്ക് ബദരീങ്ങളുമായിട്ടൊരു ബന്ധമില്ല. അല്ലെങ്കിൽ അവരെ പേര് കേൾക്കുമ്പോ പ്രഷർ അളവും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബദരീങ്ങൾ ആരാ എന്റെ പ്രിയപ്പെട്ടവരെ? പറഞ്ഞാൽ അവരുടെ മഹത്വം പറഞ്ഞു പൂർത്തിയാക്കാൻ അസാധ്യമാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊഫഷൻ ഉള്ളവരാ. എന്തിനേറെ പറയണം, നിങ്ങൾ മനസ്സിലാക്കണം. ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ, നിങ്ങൾ ആലോചിച്ച്, ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബികൾക്ക് മാത്രമല്ല അള്ളാഹു പവർ കൊടുത്തിട്ടുള്ളത്. അറിയോ? ആകാശലോകത്തിൽ നിന്ന് പേമാരി പോലെ പെയ്തിറങ്ങിയ ബദറിൽ അള്ളാഹു പ്രത്യേകമായി സഹായിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി, പാവപ്പെട്ട സമുദായത്തിന് സമാധാനം കൊടുക്കാൻ വേണ്ടി അള്ളാഹു അയച്ചില്ലേ? ആരെ? മലക്കുകളെ അയച്ചു. ആകാശലോകത്ത് മലക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലക്കുകൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദറിൽ പങ്കെടുത്ത മലക്കുകളാ. നടന്നു പോകണ്ട. ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വഹാബികളുടെ കൊടുകുത്തിയ നേതാവാകുന്ന ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്നെ ഈ വിഷയം പറയുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മലക്കുകളുടെ ലോകത്ത് ആകാശസീമയിൽ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ തമ്പുരാന്റെ അടുക്കലുള്ള മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളിൽ ഏറ്റവും കൂടുതൽ പവറുള്ളവരാരാ? ബദറിൽ പങ്കെടുത്ത മലക്കുകളാ. ബദറിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ മലക്കുകളാ. പടച്ചതമ്പുരാന്റെ അടുത്ത് പ്രത്യേകമായിട്ടുള്ള പരിഗണനയുള്ള മലക്കുകൾ. ആകാശലോകത്ത് മലക്കുകൾക്ക് പരിഗണനയുണ്ട്, ഭൂമിയില് അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ബദരീങ്ങളെ സ്മരിക്കാതിരുന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. ഞാൻ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുന്നില്ല. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ അവസാനം ഒന്ന് ടച്ച് ചെയ്യാം. എന്താണ് അവരുടെ ആധികാരികത? എന്തിനാ നമ്മൾ ഈ വലിയ പെയ്തിറങ്ങുന്ന ഈ പേമാരി പോലെയുള്ള മഴയത്തും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതികൂല സാഹചര്യത്തിലും ഈ ബദരീങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഉറച്ചുറച്ച് പറയുന്നത് എന്തിനാ? അതിന്റെ ആധികാരികത എന്തിനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയുക. അള്ളാഹുവിനറിയാം, ഹബീബായ നബി തങ്ങൾക്കറിയാം, സ്വഹാബികൾക്കറിയാം, ആയിഷ ബീവിക്കറിയാം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കറിയാം. കടന്നു വരാ കേരളം. നമ്മുടെ കേരളത്തിൽ മലപ്പുറം ശുഹദാക്കളെ പരിചയമില്ലാത്തവർ ആരാ? അറിയില്ലേ? മലപ്പുറം ശുഹദാക്കളെ കേട്ടിട്ടില്ലേ? നമുക്കെല്ലാം അറിയാം. മലപ്പുറം ശുഹദാക്കൾ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. മലപ്പുറം ശുഹദാക്കൾ അല്ലേ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടി കയ്യും നെയ്യുമറിഞ്ഞ് കാര്യമായിട്ട് പ്രവർത്തിച്ച മലപ്പുറം ശുഹദാക്കൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മലപ്പുറം ശുഹദാക്കൾ അവർ രക്തസാക്ഷികളായി പിടഞ്ഞു വീണപ്പോ അല്ലേ, അവര് മഹാന്മാരാ, അവര് വലിയ കറാമത്തുള്ളവരാ, അവർ ആത്മീയമായ തേജസ്വികളാ, അല്ലാഹുവിനെ അടുത്തറിയാൻ ഭാഗ്യം കിട്ടിയ മഹാന്മാരാ.
ഈ രാജ്യത്ത് സ്വതന്ത്രമായ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടി രാജ്യം സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പോർക്കളത്തിലേക്ക് ഇറങ്ങി ഇവിടെയുള്ള ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി പോരാടിയ മലപ്പുറം സുഹൃതാക്കളുണ്ടല്ലോ. ഞാനതാ പറഞ്ഞത്, പലരോടും ഈ സമുദായം നന്ദി കാണിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അതിന്റെ പ്രതികരണം വേദനയുള്ള പ്രതികരണമായിരുന്നു. എവിടെ മലപ്പുറം സുഹൃതാക്കളെ കുറിച്ച് പഠിക്കുന്ന പാഠങ്ങൾ എവിടെ മമ്പുറം തങ്ങളെ കുറിച്ച് പറയുന്ന പാഠം എവിടെ വെളിയങ്കോട് ഉമരക്കാവ് തങ്ങളെ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ എവിടെ ടിപ്പു സുൽത്താനെ വ്യക്തമായി അവതരിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഇവിടെ സമുദായത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും സമ്പത്തും ശരീരവും ഒക്കെ കൊടുത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുൾപ്പെടെയുള്ള മഹാന്മാരുടെ ചരിത്രം, ആത്മാർത്ഥമായ വീര്യമുള്ള ആത്മീയ തേജസ്സുകളുടെ ചരിത്രം എന്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ പഠിക്കുന്ന മക്കൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ല നമ്മുടെ ഗവൺമെന്റ്? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മലപ്പുറം സുഹൃതാക്കൾ അവർ ഷഹീദായി കിടന്നു. അവർ ഷഹീദായി ആർക്ക് വേണ്ടി? രാജ്യത്തിന് വേണ്ടി ഷഹീദായി. രാജ്യത്തിന് വേണ്ടി ഷഹീദായ മലപ്പുറം സുഹൃതാക്കളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അവരുടെ ഭാണ്ഡങ്ങളുണ്ടായിരുന്നു, ഓരോ ആളുകൾക്കും ഭാണ്ഡമുണ്ടായിരുന്നു. ഓരോ ആളുകളുടെ ഭാണ്ഡം നോക്കുമ്പോൾ മലപ്പുറം സുഹൃതാക്കൾ ഷഹീദായി കിടക്കുന്ന ആളുകളുടെ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ ആ ഭാണ്ഡത്തിനുള്ളിലുള്ള സാധനം എന്താണെന്നറിയുമോ? കത്തിയായിരുന്നില്ല, കടാരയായിരുന്നില്ല, ഉറുമിയായിരുന്നില്ല, AK-47 ആയിരുന്നില്ല, ഒരു ബുള്ളറ്റുമായിരുന്നില്ല, ഒരായുധവുമായിരുന്നില്ല. ഏറ്റവും വലിയ വജ്രായുധമുണ്ടായിരുന്നു ആ ഭാണ്ഡത്തിൽ. ഏതാണെന്നറിയുമോ? വാഹിലിൽ ബദീരിയ അല്ലാഹ് സ്വലാത്തുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഹബീബില്ലാഹ്. മലപ്പുറത്തിന്റെ ശുഹദാക്കളുടെ ഭാണ്ഡത്തിലുണ്ടായിരുന്നത് ബദരീങ്ങളുടെ പേരായിരുന്നു. മക്കളെ, ഒന്ന് പഠിക്കാൻ ശ്രമിക്ക്. ആരാ ബദരീങ്ങൾ? ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ് അവർ പോരാടിയത്. അവർക്ക് കിട്ടിയ വീര്യവും ധൈര്യവും തന്റേടവും ഉഷാറും എല്ലാം ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ടാ. മറന്നു പോകണ്ട.